ഇന്ന് നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കെമിസ്ട്രീൻ്റെ അവസാനത്തെ ഭാഗം ഇതുകൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 3 പാർട്ട് സീരീസ് ഇതോടെ കഴിഞ്ഞു. 40 മാർക്സിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാം വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പം നമ്മളിനി 12ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ സാധാരണ. അപ്പം ഒബ്സർവ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. ഇവിടെ സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, സോൾട്ട് ബ്രിഡ്ജ്, ഇത്രയും സാധനങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ഗാൽവനിക് സെൽസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദീസ്. എത്ര ഗാൽവനിക് സെല്ല് നമുക്ക് ഇത് വെച്ചിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ ഗാൽവനിക് സെല്ല് സാധാരണ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു മെറ്റൽ ഉണ്ടാവും, ആ മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാവും. അങ്ങനെയാണ് സാധാരണ ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും, സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഒരു മെറ്റൽ റോഡ്, രണ്ടാമത്തെ ഇവരെ രണ്ടുപേരും കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്തുണ്ടാവും, ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പം ഇവിടെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എത്ര ഗാൽവനിക് സെല്ല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഗാൽവനിക് സെല്ല് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റ് സോൾട്ട് സൊല്യൂഷൻ ആയിട്ടുള്ളതും സിങ്കും മെഗ്നീഷ്യമാണ്, കോപ്പറാണ് അവിടുത്തെ റോഡ്സ് വരുന്നത്, ഇലക്ട്രോഡ്സ് വരുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഇത്. രണ്ടാമത്തെ കോമ്പിനേഷൻ മെഗ്നീഷ്യവും സിങ്കും ഇലക്ട്രോഡായിട്ട് വരുന്നതും മെഗ്നീഷ്യം സൾഫേറ്റും സിങ്ക് സൾഫേറ്റും സോൾട്ട് സൊല്യൂഷനായിട്ട് വരുന്നതും. മൂന്നാമത്തെ കോമ്പിനേഷൻ മെഗ്നീഷ്യവും കോപ്പറും ഇലക്ട്രോഡ്സ് ആയിട്ട് എടുക്കുന്നതും മെഗ്നീഷ്യം സൾഫേറ്റും കോപ്പർ സൾഫേറ്റും രണ്ട് ഇതിൽ സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നതും. അപ്പം 3 പോസിബിൾ ഗാൽവനിക് സെൽസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ കണ്ടു എത്ര ടൈപ്സ് ആണുള്ളത്, 3 ടൈപ്സ്. അത് ഏതൊക്കെയാണ് നമ്മളിപ്പം കണ്ടില്ലേ. ഈ 3 കോമ്പിനേഷൻ അവിടെ പോസിബിളാണ്. 3 ഗാൽവനിക് സെൽസ് ആർ പോസിബിൾ. ഇനി വിച്ച് ഗാൽവനിക് സെൽ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജ് കിട്ടാൻ ചാൻസ് ഉള്ള ഏത് ഗാൽവനിക് സെല്ലാണ്. അപ്പോൾ അതിനൊരു ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. എപ്പോഴും നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് കണ്ടിട്ടുണ്ടല്ലോ, ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഭയങ്കര വ്യത്യാസമുള്ളൂ. ഒന്ന് ടോപ്പും ഒന്ന് ബോട്ടം ഭാഗത്ത് വരുന്ന മെറ്റൽസാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് എഫക്റ്റീവ് വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം റിയാക്ടിവിറ്റി സീരീസിൽ കൂടുതൽ വ്യത്യാസമുള്ള, അതിൻ്റെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റിയാക്ടിവിറ്റിയിൽ വ്യത്യാസമുള്ള മെറ്റൽസ് വരികയാണെങ്കിൽ അവിടെ നല്ല കണ്ടക്ഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏതാ, മെഗ്നീഷ്യമാണ് മോസ്റ്റ് റിയാക്റ്റീവ്, കോപ്പർ അതിനെക്കാട്ടി എത്രയോ റിയാക്ടിവിറ്റി കുറഞ്ഞതാണ്. അപ്പോൾ ഹയസ്റ്റ് വോൾട്ടേജ് കിട്ടാൻ സാധ്യത എവിടെയാണ്, മെഗ്നീഷ്യവും കോപ്പറും ഇലക്ട്രോലൈറ്റ് വരുന്നതും മെഗ്നീഷ്യം സൾഫേറ്റും കോപ്പർ സൾഫേറ്റ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്ന നമ്മളുടെ മൂന്നാമത്തെ കോമ്പിനേഷനിലാണ്. ഓക്കെ, ഇനി കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഒക്കറിങ് അറ്റ് ദ ആനോഡ് ഓഫ് ദ സെൽ വിത്ത് ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്. അപ്പം മൂന്നാമത്തെ സെല്ലാണ് നമ്മളുടെ ഹയസ്റ്റ് വോൾട്ടേജ് വരുന്നത്. അവിടുത്തെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആനോഡ് റിയാക്ഷനാണ്. ആനോഡ് റിയാക്ഷൻ ഇലക്ട്രോൺ ലോസ് ആണ് ചെയ്യുന്നത് അല്ലേ. മെഗ്നീഷ്യം ഗിവ്സ് 2 ഇലക്ട്രോൺസ് ടു ഫോം Mg2+ അയോൺ. മെഗ്നീഷ്യം 2+ അയോൺ ആയിട്ട് മാറി 2 ഇലക്ട്രോൺ ഇത് ലോസ് ചെയ്യും. ഇതാണ് ഹയസ്റ്റ് വോൾട്ടേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് വരുന്ന ഇലക്ട്രോഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് മാനുഫാക്ചേർഡ് ഇൻഡസ്ട്രിയലി ബൈ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. അപ്പോൾ ക്ലോർ ആൽക്കലി എന്ന് പറയുന്ന പ്രോസസ്സ് കൂടിയാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സബ്സ്റ്റൻസ് ചെയ്ത എക്വ സൊല്യൂഷൻ ഓഫ് വിച്ച് ഈസ് ഇലക്ട്രോലൈസ്ഡ്. ഏത് സബ്സ്റ്റൻസാണ് ഇലക്ട്രോലൈസ്ഡ് ആവുന്നത്. വിച്ച് സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ അറ്റ് ദ കാത്തോഡ് ഓഫ് ദ മെംബ്രെയിൻ സെൽ. കാത്തോഡിൽ റെഡ്യൂസ് ആവുന്ന ഏതാണ് സബ്സ്റ്റൻസ്. അതേപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടാതെ വേറെ എന്തൊക്കെ പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ക്ലോർ ആൽക്കലീന്ന് ആ പ്രോസസ്സിന് വിളിക്കാൻ കാരണം എന്താ, അതിനകത്ത് ക്ലോറിനും ഉണ്ട്, ഒരു ആൽക്കലി ഫോം ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ആൽക്കലിയാണ്. അപ്പോൾ ഇത് രണ്ടും ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നത്, ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ റിയാക്ഷൻ. നമ്മളിവിടെ എടുക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും അല്ലേ. കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡാണ് ബ്രൈൻ എന്ന് പറയുന്നത്. ആ ബ്രൈനിനെ നമ്മൾ വാട്ടറായിട്ട് മിക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ്, ക്ലോറിൻ, ഹൈഡ്രജൻ. ഇതുകൊണ്ട് അവിടെ ക്ലോറിനും സോഡിയം ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് പേര് പറയുന്നത്, ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലോറിൻ ആൻഡ് ആൽക്കലി. ഇനി അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ബ്രൈനാണ് ഇവിടെ ഇലക്ട്രോലൈസ്ഡ് ആവുന്ന സൊല്യൂഷൻ. കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ് നമ്മൾ എന്താ പറയുന്നത്, ബ്രൈൻ എന്ന് പറയുന്നത്. ഇനി കാഥോഡിൽ എന്താ നടക്കുന്നത്, റിഡക്ഷനാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ,
അവിടെ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് റിഡക്ഷൻ. അപ്പോൾ കാഥോഡിൽ വാട്ടർ മോളിക്യൂൾസിന് 2 ഇലക്ട്രോൺസ് കിട്ടി അവർ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ? ഹൈഡ്രജനും അതേപോലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായി 2OH മൈനസ് ആയിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് അവിടെ റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഇത് കൂടാതെ എന്തൊക്കെ പ്രൊഡക്ട്സാണ് നമ്മളിവിടെ കണ്ടത്? ക്ലോറിൻ ഗ്യാസും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നുണ്ട് അലോങ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കണ്ടില്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടാതെ ക്ലോറിൻ ആനോഡിലും ഉണ്ടാവും, ഹൈഡ്രജൻ കാഥോഡിലും ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി the gases carbon dioxide and sulfur dioxide are kept at STP. their volume is 112. അപ്പോൾ നമുക്കറിയാം ഈ STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിയുമ്പം അവിടെ വോളിയം എപ്പോഴും എത്രയായിരിക്കും? വോളിയം അറ്റ് STP എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആണ് അല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മൾ എഴുതി വെച്ചെന്ന് മാത്രം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? വോളിയം എത്രയാണ്? അറ്റ് STP നമ്മുടെ ടെമ്പറേച്ചർ 1 കെൽവിൻ ആണ്, പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും വോളിയം വരിക? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. 1 മോൾ ഓഫ് എനി ഗ്യാസ് ഓക്യുപ്പൈസ് 22.4 ലിറ്റേഴ്സ് അല്ലേ? അത് ചേഞ്ച് ഇല്ല. വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? മാസ് ഓഫ് 112 ലിറ്റേഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം, മാസ് എത്രയാണെന്നുള്ളത്. അപ്പം അതിൽ നമുക്കിതിൻ്റെ മോളിക്കുലാർ മാസ് ഓൾറെഡി ഗിവൺ ആണ് അല്ലേ? 44 grams ആണ് മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 112 ലിറ്റർ ആകുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് വിൽ ബി ദ മാസ് ഓഫ്? നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം മോളിക്കുലാർ മാസ് 44 ഓൾറെഡി ഗിവൺ ആണ്. പിന്നെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഇവിടെ മാസിൻ്റെ ഭാഗം നമ്മൾ വോളിയം എടുക്കാം അല്ലേ? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് STP. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. നമുക്ക് എത്രയാണ് വോളിയം തന്നത്? 112 ലിറ്റേഴ്സാണ് തന്നത്. അപ്പോൾ ഈ 112 ലിറ്റേഴ്സിനെ നമ്മൾ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് വരാം. അപ്പം നിങ്ങൾക്ക് ഡിവിഷനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 10 കൊണ്ട് മുകളിലും താഴെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5 മോൾസ് എന്നാണ്. ഓക്കെ, 5 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് മാസ്സാണ് അല്ലേ? മാസ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊരു ഫോർമുല പഠിച്ചിരുന്നു, മോൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. മാസ് വെച്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. നമുക്ക് ഈ ഗിവൺ മാസ്സാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മോൾസ് 5, ഈ മാസ് എത്രയാണെന്ന് അറിയില്ല, കണ്ടുപിടിക്കാം. മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര? 44 ആണ്. അപ്പോൾ മാസ് ഈസിക്കൽ എന്താവും? ഇവിടെ ഡിവിഷനിലുള്ള 44 ഇങ്ങോട്ട് എടുപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ പോവും. അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു 5 × 44. അത് ചെയ്താൽ നമുക്ക് 220 grams എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 220 ഗ്രാമാണ് വരുന്നത്. 220 grams. ക്ലിയർ ആയില്ലേ? സി എന്താ? ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ സൾഫർ ഡൈ ഓക്സൈഡ്? എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിക്കാൻ പറഞ്ഞല്ലേ? എത്ര മോളിക്യൂൾസ് ഉണ്ട്? അപ്പോൾ ഇവിടെ എത്ര മോൾസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ മോൾസ് കണ്ടുപിടിക്കാൻ ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, നമുക്ക് 112 ലിറ്ററാണ് എടുത്ത് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം 112 ഡിവൈഡഡ് ബൈ 22.4 ലിറ്റേഴ്സ്. അത് എത്ര തന്നെയാണ് വരുന്നത്? 5 മോൾസ് തന്നെയാണ് അവിടെയും വരുന്നത്. സെയിം ആണ്, 1 മോൾ ഈച്ചാണ്. അപ്പം 5 മോൾസ് തന്നെയാണ് സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസും. ഇനി നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം, ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസോ ആറ്റംസോ ഉണ്ടാവും? 1 മോളിൽ അവഗാഡ്രോ നമ്പർ അല്ലേ? 6.022 × 10⁻23 മോളിക്യൂൾസോ ആറ്റംസോ ഉണ്ടാവും. നമ്മളിവിടെ മോളിക്യൂൾസാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മോൾസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? ഇസ് ഈക്വൽ ടു 5 × 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും മോളിക്യൂൾസ് അതിനകത്ത് ഉണ്ടാവും.
ക്ലിയർ ആയല്ലോ? ഇനി അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണിത്. നമ്മളെല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുന്നതുകൊണ്ട് ഓറും എടുത്തെന്ന് മാത്രം. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട് അവിടെ. STP നടക്കുന്ന CH4+2 ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. CH4 എന്ന് പറഞ്ഞാൽ മീഥേൻ ആണ് അല്ലേ. മീഥേൻ ഓക്സിഡൈസ് ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ ചോദിച്ചെന്താ വെച്ചാൽ ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ആർ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ. എത്ര എണ്ണം വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 1 മോൾ അല്ലേ, കാർബൺ നമുക്ക് മീഥെയിൻ 1 മോളേ ഉള്ളൂ. 1 mole of methane reacts with 2 moles of oxygen to gives 1 mole of carbon dioxide and 2 moles of water. ശരിയല്ലേ? അപ്പോൾ how many moles of methanes are required to react with 10 moles of oxygen? അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ 2 ഓക്സിജൻ 1 മോൾ മീഥേനായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 10 മോൾസിന് എത്ര ആയിരിക്കും? 10/2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 5 എന്ന് കിട്ടും അല്ലേ. നമുക്കവിടെ 5 എന്ന് കിട്ടും. അപ്പോൾ 2 മോൾസ് മീഥെയിൻ റിയാക്ട് വിത്ത് 2 മോൾസ് ഓക്സിജൻ റിയാക്ട് വിത്ത് 1 മോൾ ഓഫ് മീഥെയിൻ അല്ലേ. ഇത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ 1 മോളിൽ എത്ര വേണ്ടി വരും? 1 മോൾ റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 1/2 ചെയ്യും അല്ലേ. 1/2 1 ഔട്ട് ഓഫ് 2. അങ്ങനത്തെ എത്ര മോൾസാണ് നമ്മളടുത്ത് ചോദിച്ചത്? 10 മോൾസ് ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 10. അപ്പോൾ 2 10ൽ എത്ര ടൈംസ് പോവും? 5 ടൈംസ് പോവും. അപ്പം എത്ര മോൾസ് വേണം? 5 മോൾസ്. അപ്പം 10 moles of oxygen reacts with 5 moles of methane. 5 moles വേണം. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ മാസ് ആൻഡ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്റ്റെയിൻഡ് ഇഫ് 64 gram ഓഫ് മീഥെയിൻ ഇസ് കംപ്ലീറ്റ്ലി ബേൺഡ്. അപ്പം 64 gram മീഥെയിൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസും വോളിയമും എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും മാസമൊക്കെ തന്നുകൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 64 gram ഓഫ് മീഥെയിൻ. 64 gram ഓഫ് മീഥെയിൻ അതിൻ്റെ ബേൺ ചെയ്യുമ്പോൾ എത്രയാണ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടാൽ തന്നെ അറിയാം 1 മോൾ മീഥെയിന് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത് അല്ലേ. 1 മോൾ മീഥെയിന് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഫോം ചെയ്തത്. നമ്മുടെ ഇവിടെ ചോദിച്ചെന്താ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസും വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ് വരുന്നത് നോക്കാം. അപ്പം നമുക്കിവിടെ 64 gram മീഥെയിൻ ആണെങ്കിൽ മാസ് ബൈ മോളാർ മാസ് ആണ് എന്ത്? നമ്മളുടെ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എത്ര മോൾസായി? 4 മോൾസ് ഉണ്ട്. 4 മോൾസ് ഓഫ് മീഥെയിൻ ആണ് യൂസ് ചെയ്തത്. 64/16 4 മോൾസ്. അപ്പോൾ 4 മോൾസാണ് 64 ഗ്രാമിൽ ഉണ്ടാവുന്നത്. ഇനി മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമ്മളിവിടെ കണ്ടതാണ് 1 മോൾ മീഥെയിന് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാവുന്നത്. അപ്പം മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 4 മോൾസ് പറഞ്ഞിട്ടുണ്ട്. 4 മോൾസ് മീഥെയിന് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വേണം? 4 മോൾസ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ വേണം. കാരണം രണ്ടും ഈക്വൽ അല്ലേ. നമ്മൾ മുകളിൽ കണ്ടതാണ്. 1 മോൾ മീഥെയിന് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണെങ്കിൽ 4 മോൾസ് മീഥെയിന് 4 മോൾസ് കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. ശരിയല്ലേ? ഇനി മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 4 ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാസ് നമ്മളെങ്ങനെയാണ് കാണുക? മാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അതിൻ്റെ മോളിക്കുലർ മാസ്. നമ്പർ ഓഫ് മോൾസ് 4 മോൾ ചെയ്ത പോലെ തന്നെ കേട്ടോ. നമ്പർ ഓഫ് മോൾസ് 4 ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44 ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്താൽ 176 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് കിട്ടും. 176 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വോളിയം വേണ്ടി വരും എന്നുള്ളത്. അതും നമുക്കറിയാം. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം അറ്റ് STP എത്രയാണ്? 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം അറ്റ് STP 22.4 liters ആണ്. നമുക്കിവിടെ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്?
4 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, 4 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പം വോളിയം എത്രയായിരിക്കും? 4 ഇൻറ്റു അവഗാഡ്രോ 4 ഇൻറ്റു STPയിലുള്ള വോളിയം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 4 4s are 16, 4 2s are 8 plus 1 9, 4 2s are 8, 89.6 ലിറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, 89.6 ലിറ്റേഴ്സ് ആണ് വേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി 15th എന്താ? എത്തനോൾ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ആൽക്കഹോളാണ്. മൊളാസസ്, നമ്മളുടെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഷുഗർ കെയിൽ നിന്ന് കിട്ടുന്ന ആ പ്രൊഡക്റ്റാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് ഷുഗറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അതിനെ ഈസ്റ്റായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പം നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പം ആ ഷുഗർ സൊല്യൂഷനെ ഗ്ലൂക്കോസും ഫ്രക്ടോസാക്കി മാറ്റും. പിന്നെ അവിടെ സൈമേസ് എന്ന് പറയുന്ന വേറൊരു എൻസൈം ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എത്തനോൾ എന്ന് പറയുന്ന ഇതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എത്തനോൾ നമ്മൾ സാധാരണ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്രോളായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ വണ്ടികളിൽ, വെഹിക്കിൾസിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വെഹിക്കിളിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവലായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാ, അപ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് വാട്ടർ, ഇതിൻ്റെ കൂടെ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഈസ്റ്റിന് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഈ കരിമ്പിൻ്റെ അകത്തുള്ള ഷുഗറിനെ, എത്തനോളിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഈ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസാക്കി മാറ്റുന്നുണ്ട് അല്ലേ. ആ ഫ്രക്ടോസും ഗ്ലൂക്കോസിൻ്റെ കൂടെ നമ്മൾ സൈമേസ് എന്ന് പറഞ്ഞ വേറൊരു എൻസൈമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തനോളായിട്ട് മാറും. C6H12O6 എന്നൊക്കെ മാറി അത് ആൽക്കഹോളായിട്ട് മാറും. അപ്പം ഈ പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മളത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം 20% എത്തനോളും 80% പെട്രോളും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കിട്ടുന്ന പ്രൊഡക്റ്റിനാണ് നമ്മൾ എന്താണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് എത്തനോൾ ആൻഡ് പെട്രോൾ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്. ഇപ്പം ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവലാണ് ഈ പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി 16ാമത്തെ എന്താ വെച്ചാൽ അലൂമിനിയം ഇസ് മാനുഫാക്ചർഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന വിത്ത് ദ എഡിഷൻ ഓഫ് ക്രയോലൈറ്റ്. അപ്പം അലൂമിന ഇലക്ട്രോളൈസ് ചെയ്തിട്ടാണ് നമുക്ക് അലൂമിനിയം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിൻ്റെ കൂടെ നടക്കുമ്പം അവിടെ ഒരു ക്രയോലൈറ്റ് എന്ന് പറഞ്ഞ വേറൊരു സബ്സ്റ്റൻസ് കൂടെ ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? അപ്പോൾ ഈ പ്രോസസ്സ് നടത്തണമെങ്കിൽ ധാരാളം ഹീറ്റ്, എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഹീറ്റിനെ കുറയ്ക്കാൻ വേണ്ടി, അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പം ക്രയോലൈറ്റ് ഇസ് ആഡഡ് ടു ലോവർ മെൽറ്റിംഗ് പോയിൻറ്റ്, പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടും കണ്ടക്ടിവിറ്റി നല്ലോണം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ആഡ് ചെയ്യും? ക്രയോലൈറ്റ് ആഡ് ചെയ്യും. പിന്നെ ഈ അലൂമിനിയം ഓക്സൈഡ് Al2O3 ആണ് ശരിക്കും അലൂമിനിയം ഉണ്ടാക്കുന്ന അലൂമിനിയൻ്റെ ഫോർമുല വരുന്നത്. അപ്പം അയോൺസ് പ്രസൻറ്റ് എന്താ അലൂമിനിയയിൽ? Al3+ ഉണ്ടാവും, O2- ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രോഡ് നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. Al3+ പോസിറ്റീവായിട്ടുള്ള അതും അവിടെ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ട് അലൂമിനിയം മെറ്റലായിട്ട് മാറും. ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ നെഗറ്റീവ് ഇലക്ട്രോഡിൽ. ഓക്കെ, ഇനി അയൺ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹീമറ്റൈറ്റാണ്. ഒരു ബ്ലാസ്റ്റ് ഫർണസ്, ഹീമറ്റൈറ്റ് ഓറാണ് അല്ലേ. അതുകൊണ്ട് ബ്ലാസ്റ്റ് ഫർണസിൽ ഹൈ ടെമ്പറേച്ചറിൽ ഇത് ചൂടാക്കുമ്പോഴാണ് നമുക്ക് അയൺ പ്യുവറായിട്ട് കിട്ടുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻസ്. CaCO3 പ്ലസ് ഹീറ്റ് ഗീവ്സ് A എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. എനെ സിലിക്കൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് B. ഇതിൻ്റെ അകത്ത് എൻ്റെ ഫങ്ഷൻ എന്താണ് അല്ലേ? ഇത്രയാണ് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ച കാര്യം. അപ്പം കാർബൺ മോണോക്സൈഡാണ്, കോക്കാണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് എന്തായിട്ട് എടുക്കുന്ന മെയിൻ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ്. ഇനി പിന്നെ ചെയ്യുന്ന പ്രോസസ്സ് കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്നത് കാൽസ്യം ഓക്സൈഡാണ്. കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അവിടെ ഉണ്ടാവും. അപ്പോൾ A എന്താ? കാൽസ്യം ഓക്സൈഡാണ്. ഇനി കാൽസ്യം ഈ ഓക്സൈഡ് സിലിക്കൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പം കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ് ഉണ്ടാവുന്നത്. കാൽസ്യം സിലിക്കേറ്റ്. ഈ കാൽസ്യം സിലിക്കേറ്റ് സ്ലാഗ് എന്ന് പറയും. ഇത് ഇമ്പ്യൂരിറ്റീസിനെ എടുത്ത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സബ്സ്റ്റൻസാണ് ഈ സ്ലാഗ് എന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റീസായിട്ട് മിക്സായി
അവൻ്റെ അകത്തുനിന്ന് നമുക്ക് പ്യുവർ മെറ്റൽ വേറെ, ഇംപ്യൂർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വേറെ ആയിട്ട് മാറിക്കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എൻ്റെ ഫംഗ്ഷൻ എന്താ? ഫ്ലക്സ് ആയിട്ട് മാറും. ആക്ട്സ് ആസ് എ ഫ്ലക്സ് ടു റിമൂവ് ഇംപ്യൂരിറ്റീസ് ഫ്രം സ്ലാഗ്. അപ്പോൾ ഈ സ്ലാഗ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എ എന്ന് പറഞ്ഞ സാധനം, എ എന്താണ്? കാൽസ്യം ഓക്സൈഡാണ്. ആ കാൽസ്യം ഓക്സൈഡ് ഇതായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ എന്തായി മാറും? സ്ലാഗായിട്ട് മാറും. സ്ലാഗാണ് ഇംപ്യൂരിറ്റി. അത് നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പ്യുവർ മെറ്റൽ കിട്ടും. ഓക്കെ, ഇനി the atoms of elements A and B each have 3 shells. 3 ഷെല്ലുണ്ട്. എലമെൻറ്റ് എ ഗ്രൂപ്പ് 13ലും എലമെൻറ്റ് ബിയും ഗ്രൂപ്പ് 16 ആണ് അല്ലേ ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻസ്. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. എൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 1s2 2s2 2p അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഇതിൽ ആറ്റോമിക് നമ്പർ 13 സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p1 ആണ് വരുന്നത്. 3p1 ആണ് ഇതിൻ്റെ അവസാനത്തെ ഷെല്ല് വരുന്നത്. ഓക്കെ, ഏകദേശം ഒരു അലൂമിനിയം ടൈപ്പ് കോൺഫിഗറേഷനാണ്. ഇവ രണ്ടുപേരും പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അതും നമുക്ക് മനസ്സിലായി, പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ് എ ഗ്രൂപ്പ് 13 ഫോംസ് ACl3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണത് ഫോം ചെയ്യുക. ACl3 ക്ലോറിൻ കോമ്പൗണ്ട് ACl3 ആണ്. അലൂമിനിയം ക്ലോറൈഡ് പോലത്തെ ഇവിടെ ACl3 ആണ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ക്ലോറിൻ്റെ ഓക്സിഡേഷൻ റേറ്റ് -1 ആണ്. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ -1 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? -3 ആണ്. അപ്പോൾ 3 ക്ലോറിനായിട്ട് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യുമ്പം ക്ലോറിൻ്റെ -3 ആണെങ്കിൽ അലൂമിനിയത്തിന് എന്തായിരിക്കും? +3 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ എത്രയാണ്? അലൂമിനിയം അല്ല, ഇവിടെ എൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +3 ആണ്. സോ ക്ലോറിൻ്റെ -3 ആണെങ്കിൽ എൻ്റെ +3 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അവസാനത്തെ പാർട്ടാണ് ക്വസ്റ്റ്യൻ 18. 4 മാർക്കാണ് ഒരു ഇതിൽ വരുന്നത്. ഇതിലും ചോയ്സ് ഉണ്ട്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 1 molecule of an organic compound contains 4 carbon atoms, 10 hydrogen atoms and 1 oxygen atom. ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതിൽ 4 കാർബൺ ആറ്റം ഉണ്ട്, 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഇസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം OH ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം. ഇനി നമുക്കിവിടെ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല CH3, 4 കാർബൺ ആറ്റം വരുന്നുണ്ട് അല്ലേ? CH3 CH2 CH3 വരില്ല. നമ്മളുടെ അതിൻ്റെ പകരം എന്താ വരുന്നത്? OH ഗ്രൂപ്പ് വരുന്നുണ്ട്. നമ്മൾ CH2OH. ഇതാണ് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. ഓക്കെ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അനദർ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് എ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ കാർബൺ ആറ്റത്തിൽ വ്യത്യാസം വരരുത്, ഹൈഡ്രജൻ ആറ്റത്തിൽ വ്യത്യാസം വരരുത്, ഓക്സിജൻ ആറ്റത്തിലും വ്യത്യാസം വരരുത്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറണം. അതെങ്ങനെയാണ്? അതിന് വഴി എന്താ വെച്ചാൽ, നിങ്ങൾ വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്, സെൻറ്ററിൽ O വരുന്നത് അല്ലേ? സെൻറ്ററിൽ O വരുന്നത് മീത്തോക്സി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേര് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെയും നമ്മൾ ഈ ഓക്സിജൻ സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തിൽ വ്യത്യാസം വരില്ല? കാർബണിൻ്റെയോ ഹൈഡ്രജൻ്റെയോ ഓക്സിജൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരില്ല. സെയിം നമ്പർ ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി. ഓക്സി ഗ്രൂപ്പായി ഹൈഡ്രോക്സി ഗ്രൂപ്പായി മാറി. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ O നടുവിൽ വരുന്ന ഈതറിൻ്റെ ഒക്കെ ഫോമിലേക്ക് മാറി. ഇതിന് ബാക്കി എത്രയാണ്? 2 കാർബൺ ആറ്റവും ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ നമ്പർ ഓഫ് കാർബൺ ആറ്റവും നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും വ്യത്യാസമൊന്നുമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി. ഇതിൻ്റെ പേരാണ് ഈത്തോക്സി ഈഥെയിൻ എന്ന് പറയുന്ന വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഈഥർ നമുക്ക് കിട്ടി. ഈത്തോക്സി ഈഥെയിൻ എന്ന് പറയുന്ന വേറൊരു നമുക്ക് കോമ്പൗണ്ട് കിട്ടി. സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്, സ്ട്രക്ചറും എൻറ്റയർലി ഡിഫറെൻറ്റ് തന്നെ.
ഓക്കെ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദിസ് മോളിക്കുലർ ഫോർമുല. പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് വരുന്നത് വിചാരിക്കുക. ആ കാർബൺ ആറ്റത്തിൽ നിന്ന് നമ്മൾ വേറെ കോമ്പൗണ്ട് നോക്കുമ്പം ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പൊസിഷൻ ഐസോമറാണ് നമ്മളടുത്ത് ഇവിടെ എഴുതാൻ പറഞ്ഞത്. അതിൻ്റെ എന്ത് മാറാൻ പാടില്ല? സ്ട്രക്ചറോ അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഒന്നും മാറാനും പാടില്ല. അപ്പോൾ ആദ്യത്തെ സെയിം എന്ന് എഴുതി വെക്കുക. CH3 CH2 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 OH. ഇതാണ് ഒരു പൊസിഷൻ ഐസോമർ. ഇനി OHൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാൽ മതി. OHൻ്റെ പൊസിഷൻ മാറ്റാമെന്ന് പറഞ്ഞാൽ CH3 CH2 CHOH വേണമെങ്കിൽ OH കൂടെ എഴുതാം. OH CH3. ഓക്കെ. ഇതാണ് പൊസിഷൻ ഐസോമർ. ഇവിടെ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണെങ്കിൽ വരുന്നത്, ഇവിടെ സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് OH വരുന്നത്. ഇതാണ് പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്. ഇനി ഡി എന്താ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ ഐസോമർ വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ കണ്ടോ? ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ലെഫ്റ്റിലും ഈക്വൽ നമ്പറാണ്, റൈറ്റിലും ഈക്വൽ നമ്പറാണ്. പക്ഷേ ഇവിടെ പറഞ്ഞത് ആൽക്കൈൽ ഗ്രൂപ്പ് ബോത്ത് സൈഡ് വ്യത്യാസം വരണതാണ്. അപ്പോൾ യുവിനെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റിയാൽ എന്താ വരുന്നത് നോക്കാം. ഓക്കെ. ഡി CH3 O CH2 CH2 CH3. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അൺഈക്വൽ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ ഓൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്ത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താവും? സ്റ്റാർട്ടിങ് മീഥൈൽ ഗ്രൂപ്പാണ്, ഇവിടെ ഈഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിന് നമ്മൾ പേര് മീത്തോക്സി. നമ്മൾ ആ ഓക്സി ഗ്രൂപ്പ് വരുമ്പം മീത്ത് ഓക്സി. രണ്ടാമത്തെ സിംഗിൾ ബോണ്ടാണ്, 3 കാർബൺ ആറ്റം വരുന്നുണ്ട്. 3 കാർബൺ ആറ്റം വരുമ്പോൾ അതിന് പ്രോപ്പ് എന്നാണ് എന്ത് വരുന്നത്? പ്രിഫിക്സ് വരുന്നത്. സഫിക്സ് ANയും വരണം. സിംഗിൾ ബോണ്ടാണ്. അപ്പം നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? മീത്തോക്സി പ്രൊപ്പെയിൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? മീത്തോക്സി പ്രൊപ്പെയിൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഇസ് pent1-ine. അയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോളൂ, ട്രിപ്പിൾ ബോണ്ടാണ് വരിക അല്ലേ? അയനാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹോമോളോഗസ് സീരീസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്? ഇത് ഏത് ഹോമോളോഗസ് സീരീസിലാണ്? ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ഗ്രൂപ്പാണോ? പെൻറ്റ് എന്ന് പറഞ്ഞ് ഇത് നമ്മൾ വന്നു കഴിഞ്ഞാൽ അയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആൽക്കൈൻ ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പിലാണ്? ആൽക്കൈൻ ഗ്രൂപ്പാണ്. ഹോമോളോഗസ് സീരീസ് ഏതാണ്? ആൽക്കൈൻ. ALKYNE. ആൽക്കൈൻ ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ്. pent1-ine ട്രിപ്പിൾ ബോണ്ട് വരുന്നതുകൊണ്ട് ആൽക്കൈൻ ഹോമോളോഗസ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്. CH ട്രിപ്പിൾ ബോണ്ട് C, CH2 CH2 CH3. 1-ine ആണ് അല്ലേ? 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബണിൻ്റെയും സെക്കൻഡ് കാർബണിൻ്റെയും നടുവിലാണ് എന്ത് വരേണ്ടത്? നമ്മളുടെ ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ. മൂന്നാമത്തെ എന്താ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദിസ് മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല സെയിം തന്നെ. മോളിക്കുലർ ഫോർമുല സെയിം, പക്ഷേ പൊസിഷനിൽ വ്യത്യാസം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലും സെക്കൻഡ് കാർബണിൻ്റെ ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നതെങ്കിൽ നമ്മളതിൻ്റെ പൊസിഷൻ ഐസോമർ മാറുമ്പം ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി, സെക്കൻഡിന് തേർഡിന് നടുവിലായി. അപ്പോൾ അതിൻ്റെ പേര് മാറി. pent1-ine എന്നുള്ളത് ഇങ്ങനെ ആക്കുമ്പോൾ എന്തായി? pent2-ine ആയി മാറി. ഓക്കെ. pent1-ine pent2-ine ആയി മാറി. ക്ലിയർ ആയല്ലോ? ഇനി ചെയിൻ ഐസോമേഴ്സ്. ചെയിൻ ഐസോമർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ചെയിനിൽ വരുന്ന വ്യത്യാസം. ഒരു ബ്രാഞ്ച് മാത്രം വരാണെങ്കിൽ അതിന് നമ്മൾ പേര് 2-methyl-butane. 2 ബ്രാഞ്ച് വരാണെങ്കിൽ നമുക്ക്, ഞാൻ അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ വരച്ച് കാണിക്കാം. അപ്പം 2-methyl-butane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ
ഫസ്റ്റ് കാർബൺ ആറ്റം കഴിഞ്ഞ് സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ മീഥൈൽ ഗ്രൂപ്പ് വരാം. മീഥൈൽ ഗ്രൂപ്പ് പറഞ്ഞാൽ CH3 ഗ്രൂപ്പ്. മീഥൈൽ ഗ്രൂപ്പ് വരാം. പിന്നെ ബ്യൂട്ടേൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 4 കാർബൺ ആറ്റം വരണം. ആകെ 4 അല്ല, സ്ട്രെയിറ്റ് ചെയിനിൽ 4 കാർബൺ. ബ്രാഞ്ചിൻ്റെ പേരാണ് മീഥൈൽ. ഓക്കെ, അങ്ങനെ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ CH2 CH3. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ചെയിനിൽ മാക്സിമം 4 കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ബ്യൂട്ടേൻ ആയത്. പിന്നെ സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്പറിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ കാണാം. സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്തായി? 2 മീഥൈൽ ബ്യൂട്ടേനായി. ഇനി 2 ബ്രാഞ്ചസ് 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഇതാണ് ചെയിൻ ഐസോമർ. പ്രൊപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർബൺ ആറ്റാണ് വരുന്നത് മെയിൻ ചെയിനിൽ. അപ്പോൾ CH3 C CH3 നേരി 2,2, അതായത് സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ ഫസ്റ്റ് സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ ഡൈ എന്ന് പറഞ്ഞാൽ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെയും ഒന്ന് താഴെയാണ്. CH3 ഇതാണ് 2,2. 2,2 2, ഒന്നിവിടെ 2 ഇവിടെ. ഡൈമീഥൈൽ CH3 ഗ്രൂപ്പ് 2 എണ്ണം. സ്ട്രെയിറ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റം പ്രൊപ്പെയിൻ. അതുകൊണ്ടാണ് ഇത് 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. രണ്ടിൻ്റെയും കെമിക്കൽ സ്ട്രക്ചർ നമ്മളെല്ലാം ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. ഫോർമുല സ്ട്രക്ചർ സെയിം ആയിരിക്കും. അപ്പം ഇതോടെ നമ്മളുടെ കെമിസ്ട്രീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു. ബെസ്റ്റ് ഓഫ് ലക്ക്.